ഹായ്, ഇന്നൊരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ സീസണാണ്. ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലൊക്കെ സീസണാണ്. ഫ്ലവർ പ്ലാന്റ്സ് ആയാലും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയാലും അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ നടുന്ന സമയമാണ്. ഈ ടൈമിൽ നടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. അതേപോലെ തന്നെ നല്ല വെള്ളം, വെയിൽ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവുന്ന ഒരു ടൈമാണ് ഈ സമയം. ശരിക്കും ഡിസംബർ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യണം ശരിക്കും, പക്ഷെ എന്നാലും വൈകിട്ടില്ല. ഈ ടൈമിൽ സ്റ്റാർട്ട് ചെയ്താൽ പച്ചക്കറികളൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കാണാം. ഇത് കണ്ടോ, ചെറിയ രീതിയിലാണ് ഞാനിത് പച്ചക്കറി നട്ടിട്ടുള്ളത്. ഈ ഒരു ഡ്രമ്മിൽ അതാ തക്കാളി ഉണ്ട്, ചീര ഉണ്ട്, പയറുണ്ട്, കയ്പുണ്ട്, അതേപോലെ തന്നെ ചിരങ്ങ. ഇത് മൂന്നാണ് ഒരു ഡ്രമ്മിൽ. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതേപോലത്തെ ഡ്രമ്മ്, അതേപോലെ തന്നെ ചെറിയ ഗ്രോ ബാഗുകൾ, അതേപോലെ തന്നെ അതിലൊക്കെ നടാൻ പറ്റും. അതല്ല, നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പറമ്പിൽ നട്ടിട്ട് ഏരിയ ഒക്കെ എടുത്തിട്ട് നട്ടുപിടിപ്പിക്കാം. ഞാനിത് കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം വലുതായിട്ട് ഇപ്പോൾ ഇതാ പടർന്ന് കയറിയിരിക്കണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് ചെയ്തൊരു ഇതാണ്. അതിലൊന്ന് കയറ്റി വിട്ടതാണ്. ഇതെന്ന് പറഞ്ഞാൽ സീസണിലാണ്. മഴ ആകുമ്പോഴത്തേന് ഒരുവിധമൊക്കെ കായ്ച്ച് ഇത് കണ്ട് പോവും. അപ്പം മറ്റേതിന് അത് ബാധിക്കില്ല. അങ്ങനെ ഇപ്പോൾ നമുക്ക് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കയറാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വിശേഷമാണ്. അപ്പോൾ ആർക്കൊക്കെ താല്പര്യമുള്ളവരെന്ന് വെച്ചാൽ അവരൊക്കെ പച്ചക്കറിയൊക്കെ ചെയ്യാൻ നോക്കുക. ഇതേപോലെ 2-3 പച്ചക്കറികൾ ചെയ്താൽ തന്നെ ഇഷ്ടംപോലെ നമുക്ക് പൊട്ടിക്കാനുണ്ടാവും. ഇതാ ചീരതാ കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും പച്ചക്കറി. പിന്നെ അതേപോലെ തന്നെ 10 മണി ഞാൻ വെയിലുള്ള സ്ഥലം നോക്കിയിട്ടാണ് ഇതൊക്കെ ഒന്ന് ചെയ്തിരിക്കുന്നത്, ചെറിയ വെയിലുള്ള. പിന്നെ ഇത് കണ്ടോ, നിറച്ച് തക്കാളി തൈകളാണ്, വിത്ത് പാകിയിട്ട് മുളപ്പിച്ചതാണ്. ഇനി ഇത് പറിച്ച് നടണം. കുറച്ച് പറിച്ച് നട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഏരിയ എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ചക്കരക്കിഴങ്ങിൻ്റെ വള്ളിയാണ് കേട്ടോ, സാധാ ചക്കരക്കിഴങ്ങല്ല. ഇത് നോർമൽ ചക്കരക്കിഴങ്ങല്ല. നമ്മൾ ഒരു റെഡ് കളറായിട്ട് വയലറ്റ് കളറായിട്ട്